ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ പാർട്ടികളിലും വിരുന്നിനൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു അടിപൊളി ഐറ്റമാണ് പുളിവളം. ഇതുണ്ടാക്കാൻ ആകെ 4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ വേണം, പിന്നെ 2 മുട്ടയും കൂടെ വേണം. പച്ചരി ഞാൻ തലേന്നേ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 1 കപ്പിലാണ് ഞാൻ ചോറും അരിയും എടുത്തിട്ടുള്ളത്. ഇത് ഒരേ അളവാവണം. ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് പകുതി ഇട്ട് കൊടുക്കുന്നത്. ഇനി പകുതി പച്ചരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും 1 മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അഥവാ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമായെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്താലും മതി. നമ്മളെ പരുക്കത്തെ എല്ലാ പരിപാടിക്കും ഈ ഒരു ഐറ്റം എന്തായാലും ഉണ്ടാവും. അപ്പം കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുപ്പത്ത് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ പാൻ വേണമെന്നില്ല, നോൺ സ്റ്റിക്കിൻ്റെ ഏത് പാത്രമായാലും പ്രശ്നമൊന്നുമില്ല. ഇനി കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ വലിക്കണം. ഇത് വലിക്കാൻ നമുക്കൊന്നും അറിയില്ല, ഉമ്മാക്കേ അറിയൂ. അതുകൊണ്ട് ഉമ്മാണ് ഇത് വലിക്കുന്നത്. ഇത് വലിക്കാൻ അറിയാത്തവർക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം. മാവ് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ വലിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കവറിലാക്കിയതിന് ശേഷം അതിൻ്റെ അറ്റത്ത് മുറിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കാം, അങ്ങനെയും ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇടാൻ, എന്നാലേ നല്ലതുപോലെ പൊങ്ങി വരും. ഒരു സൈഡിൽ ഫ്രൈ ആയ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഈ പുളിവളം വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയ പാട് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയാണ്. കറിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. പുളിവാളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ലിവർ ഫ്രൈൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഇത് ചിക്കൻ കറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യുക. Thank you for watching. Bye bye.